മലയാള സിനിമയുടെ കാരണവരായ മധു തന്റെ ജീവിതത്തിൽ വലിയ വേദന നൽകിയ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. തന്റെ സ്റ്റുഡിയോയ്ക്കെതിരായ സമരവും തുടർന്ന് തന്നെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതുമൊക്കെയാണ് മധു തുറന്നു പറയുന്നത്. മലയാളത്തിലെ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മധു തന്റെ മനസ്സ് തുറന്നത്. പിരിമുറുക്കമുണ്ടാക്കുന്ന സംഭവങ്ങൾ കാര്യമായൊന്നും ഓർമ്മയിൽ തന്നെ ഇല്ല എന്നും എന്തു കാര്യവും പരിഹാരമുള്ളതാണെങ്കിൽ അപ്പോൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് തന്റെ രീതിയെന്നും മധു പറയുന്നു. പരിഹാരമില്ലാത്തതാണെങ്കിൽ വിട്ടുകളയുമെന്നും മധു കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ മനസ്സിനെ കുറച്ചു കാലത്തേക്കെങ്കിലും അസ്വസ്ഥമാക്കിയ കാര്യമാണ് ഉമാ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തൊഴിലാളി പ്രശ്നങ്ങളെന്നും മധു വെളിപ്പെടുത്തി. മധുവിന്റെ വീട്ടിൽ സഹായിയായി നിന്ന യുവാവിന്റെ തിരോധാനത്തെ തുടർന്ന് കള്ളക്കേസ് ഉണ്ടാക്കാനും ശ്രമിച്ചുവെന്നും താരം തുറന്നു പറയുന്നു. പുളിയറക്കോണത്ത് ആരംഭിച്ച ഉമാ സ്റ്റുഡിയോ പരിസരത്തേക്ക് PWD റോഡ് കൊണ്ടുവരാനും ബസ് സർവീസ് ആരംഭിക്കാനും കുറച്ചേറെ താൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ബസിന്റെ പുറകിൽ തന്നെ ഘാതകൻ മധുവിനെ അറസ്റ്റ് ചെയ്യുകയെന്ന് തന്നോട് വിരോധമുള്ളവർ എഴുതി വെച്ചുവെന്നും കാണാതായ യുവാവ് കോഴിക്കോട് ഹോട്ടലിൽ ജോലി ചെയ്യുന്നതായി വിവരം കിട്ടിയതിനെ തുടർന്ന് PV ഗംഗാധരന്റെ സഹായത്തോടെ അയാളെ കണ്ടെത്തി പോലീസിനെ ഏൽപ്പിച്ചതോടെയാണ് കള്ളക്കേസിൽപ്പെടുത്താനുള്ള ശ്രമം അവസാനിപ്പിച്ചതെന്നും മധു പറയുന്നുണ്ട്. അന്ന് പലരോടും തനിക്ക് ദേഷ്യം തോന്നിയെങ്കിലും ജോലിയെയോ മറ്റു പ്രവർത്തനങ്ങളെയോ അതൊട്ടും ബാധിച്ചില്ല എന്നും മധു വ്യക്തമാക്കി. പിന്നീട് സ്റ്റുഡിയോ സ്ഥലം ഒരു കമ്പനിക്കും ചാനൽ സ്റ്റുഡിയോയ്ക്കുമായി കൈമാറിയെന്നാണ് മധു പറയുന്നത്. അതേസമയം മലയാള സിനിമയുടെ ചരിത്രമാണെന്ന് മധു. 1933 സെപ്റ്റംബർ 23-നായിരുന്നു മധുവിന്റെ ജനനം. അച്ഛൻ ആർ പരമേശ്വരൻ പിള്ള തിരുവനന്തപുരത്തെ മേയറായിരുന്നു. അമ്മ കമലമ്മ. ഇരുവരുടെയും മൂത്ത മകനാണ് മധു. P. മാധവൻ നായർ എന്നാണ് മധുവിന്റെ യഥാർത്ഥ പേര്. ഹിന്ദിയിൽ MA നേടിയ ശേഷമാണ് മധു ഡൽഹിയിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് എത്തുന്നത്. 1963 പുറത്തിറങ്ങിയ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു. 400ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുള്ള മധു മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ താരങ്ങളിൽ ഒരാളാണെന്ന് മെഗാസ്റ്റാർ മമ്മൂട്ടി തന്റെ സൂപ്പർ സ്റ്റാറാണ് മധു എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അഭിനയത്തിൽ മാത്രമല്ല സംവിധാനത്തിലും നിർമ്മാണത്തിലും ഒക്കെ മധു തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 12 സിനിമകൾ സംവിധാനം ചെയ്യുകയും 14 സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് മധു. 2022 പുറത്തിറങ്ങിയ റൺ കല്യാണിയിലാണ് മധു ഒടുവിലായി അഭിനയിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതൽ OTT വരെയുള്ള മലയാള സിനിമയുടെ യാത്രയിൽ അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു. മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ മധു അഭിനയിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ പരമ്പരകളിലും മധു സാന്നിധ്യം അറിയിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.